ഇറാന്റെ അപ്രതീക്ഷിത നീക്കം ലോകത്ത് വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യക്ക് മറ്റ് ലോകരാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമില്ലാത്തത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രം. നിർണായകമായ ഈ ചുവടുമാറ്റം ഇറാൻ നടത്തിയിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ്. അവർ പറയുന്നു ഹോർമുസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമാണ് എന്നുള്ളത്. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രധാനമായ ഈ തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത് എന്നത് നിർണായകമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇക്കാര്യം പ്രഖ്യാപിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തന്ത്രപ്രധാനമായ പാതയാണ്, അതിപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ വിലക്കുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിൻ്റെയും കപ്പലുകൾക്ക് മുന്നിൽ മാത്രമാണ്, അല്ലാതെ പാത പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് പറയുകയാണ്. തുറന്നു കിടക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെയും നമ്മളെ ആക്രമിക്കുന്ന അവരുടെ സഖ്യകക്ഷി രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും ടാങ്കറുകൾക്കും മുന്നിൽ മാത്രമാണ് ഹോർമുസ് അടയുക എന്ന് പറയുകയാണ് ഇറാൻ. എല്ലാ സ്വാതന്ത്ര്യവും മറ്റ് രാജ്യങ്ങൾക്കുണ്ട് എന്നും അബ്ബാസ് അരാഗ്ചി പ്രധാനമായും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നൂറുകണക്കിന് കപ്പലുകൾ ഈ പാതയിൽ കുടുങ്ങിക്കിടക്കുന്നതിനിടയിലാണ്. അത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള കപ്പലുകളുണ്ട്. ഇറാന്റെ വളരെ പ്രധാനമായ ഈ പ്രസ്താവന വരികയും മറ്റും ചെയ്യുന്നത് അത് അമേരിക്കയും ഇസ്രായേലിനെയും വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇറാനെ ആക്രമിക്കുന്നവർക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും മറ്റ് ലോകരാജ്യങ്ങൾക്ക് നിയന്ത്രണമില്ല എന്നും പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ തങ്ങൾ കാരണം ഒരു പ്രതിസന്ധി മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ കൂടി ഇറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇറാൻ പറഞ്ഞു കേട്ടോ. റഷ്യയും ചൈനയും ഇറാന് സൈനിക പിന്തുണ നൽകുന്നുണ്ടെന്നും അവർ ഇറാന്റെ നയതന്ത്ര പങ്കാളികളാണെന്നുമായിരുന്നു അരാഗ്ചിയുടെ മറുപടി. വലിയ സഹകരണം ഇരു രാജ്യങ്ങളുമായി ഉണ്ട് എന്നും അത് തുടരുന്നുവെന്നും ഇറാൻ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, നിർണായകമായ പ്രസ്താവനയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, സംശയമില്ല. മറ്റ് ലോകരാജ്യങ്ങൾക്ക് ആശ്വാസമാണ്, ഒപ്പം തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളും ഇത് സംബന്ധിച്ച്. കാരണം ലോകരാജ്യങ്ങൾ ഒട്ടാകെ ഇറാനെ കുറ്റപ്പെടുത്തുമല്ലോ അവരുടെ ഓയിൽ നീക്കവും മറ്റും നിലച്ചാൽ. പല ക്ഷാമങ്ങളും അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ നീക്കം നിർണായകമാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളൊട്ടാകെ കടുത്ത പ്രതിസന്ധി തന്നെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നേരിടുന്നുണ്ട്. പല രാജ്യങ്ങളും പല നിയന്ത്രണങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തി വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ മുൻപ് തന്നെ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, അതുപോലെ ഉത്തര കൊറിയ, തായ്ലൻഡ് അടക്കം നിരവധി രാജ്യങ്ങളിൽ നിയന്ത്രണം വന്നു കഴിഞ്ഞു. അതുപോലെ ശ്രീലങ്കയും ബംഗ്ലാദേശും കടുത്ത പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ LPGയുടെ വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രായേലുമാണ്, തങ്ങളല്ല എന്ന് തന്നെയാണ് ഇറാന്റെ പുതിയ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത്. അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാഗ്ചിയാണ് ഇപ്പോൾ നിലവിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഹോർമുസ് കടലിടുക്ക് തുറന്നു തന്നെ കിടക്കുകയാണ്. ഇത് തെറ്റായ പ്രചരണം നടത്തുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. മറ്റ് രാജ്യങ്ങളെ തങ്ങൾക്കെതിരെ തിരിക്കുകയാണ് ഇതുവഴി അവർ ലക്ഷ്യമിടുന്നത്. ഹോർമുസ് കടലിടുക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ അടച്ചിട്ടില്ല. അത് ആകെ അടഞ്ഞു കിടക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിന് മുന്നിലും അതുപോലെ അവരുടെ സഖ്യകക്ഷികൾക്ക് മുന്നിലും മാത്രമാണ്. ഇവരുടെ കപ്പലുകളെ ഒരിക്കലും മേഖലയിലൂടെ യാത്ര ചെയ്യാൻ തങ്ങൾ അനുവദിക്കില്ല. എന്നാൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മേഖലയിലൂടെ സ്വതന്ത്രമായി പഴയതുപോലെ തന്നെ യാത്ര ചെയ്യാമെന്നാണ് അബ്ബാസ് അരാഗ്ചി നിലവിൽ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിനിടെയാണ് ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് കൂടി ഇതിൽ ശ്രദ്ധേയമായിട്ട് വരുന്നത്. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്കായി അതുവഴി വ്യാപാരം നടത്തുന്ന എല്ലാ രാജ്യങ്ങളും ഒന്നിക്കണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിനൊരു കൃത്യമായ മറുപടി കൂടിയാണ് നിലവിൽ അബ്ബാസ് അരാഗ്ചിയുടെ ഈ പ്രസ്താവന എന്ന് പറയുന്നത്. അതായത് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ ഒരു സൗഹൃദത്തിനാണെങ്കിലും മറ്റ് നയതന്ത്ര ബന്ധത്തിനാണെങ്കിലും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നതുകൂടി ഇതിലൂടെ അവർ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഇറാനകത്തുള്ള ഒരു മിലിറ്ററി വിങ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ചില അയൽ രാജ്യങ്ങളിൽ US-ഉം ഇസ്രായേലും അവരുടെ അതായത് ഇറാൻ്റേതിന് സമാനമായിട്ടുള്ള ചില ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. ഇതൊരു ഷാഡോ അറ്റാക്കാണ്. ഇതുവഴി അവർ ഇറാനെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇറാൻ്റേതിന് സമാനമായിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് അയൽ രാജ്യങ്ങളായിട്ടുള്ള തുർക്കി അതുപോലെ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്നു. ഇതുവഴി ഇതിൻ്റെ പഴി നേരെ ഇറാൻ്റെ തലയിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് അവർ വ്യക്തമാക്കിയത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ ഇതേപോലെ സമാനമായിട്ടുള്ള രീതിയിൽ ഈ മറ്റ് രാജ്യങ്ങൾ നടന്നിരുന്നു. ഇറാഖിൻ്റെ പല പ്രദേശങ്ങളിലേക്കും ഈ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ തന്നെ തുർക്കിയിൽ ഉൾപ്പെടെ ആക്രമണം നടന്നിരുന്നു. അപ്പോൾ ഇതിലും തങ്ങളെ പഴിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇറാൻ നിലവിൽ വ്യക്തമാക്കുന്നത്. തീർച്ചയായും മറ്റൊന്ന് ഖാർഗ് ദ്വീപുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അജയ്. അതിൽ
ട്രംപ് പറയുന്നത് ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി ടെർമിനലായ കാർഗ് ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. US പ്രസിഡന്റ് ഇക്കാര്യം അവകാശപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്നത് ഇറാൻ നിർത്തിയില്ലെങ്കിൽ കാർഗിലെ എണ്ണ ശുദ്ധീകരണ സംഭരണ സംവിധാനങ്ങൾ ചാരമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ്. ഇസ്രായേലും US ചേർന്ന് ഇറാനോട് ചേർന്ന് നടത്തുന്ന യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ആഗോള ഇന്ധന പ്രതിസന്ധി പൂർവാധികം പരുങ്ങലിലാക്കുന്ന ട്രംപിൻ്റെ ഈ നടപടി വരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാർഗ് ദ്വീപിൽ 90-ലേറെ ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നും US പ്രസിഡന്റ് പറയുന്നുണ്ട്. ആക്രമണത്തിൽ എണ്ണയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് കേടുപറ്റിയിട്ടില്ലെന്നും അവകാശവാദമുണ്ട്. പതിവ് പോലെ എണ്ണക്കയറ്റുമതി തുടർന്നെന്നുമൊക്കെ ഇറാന്റെ വാർത്താ ഏജൻസി പറയുന്നുണ്ട് എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനം, നാവികത്താവളം, വിമാനത്താവള നിയന്ത്രണ ഗോപുരം, എണ്ണഖനനം ചെയ്യുന്ന കമ്പനികളൊന്നിൻ്റെ ഹെലികോപ്റ്റർ ഇടുന്ന സ്ഥലം എന്നിങ്ങനെ US ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് US നാവികസേനാ കപ്പലുകൾ ഉടൻ അകമ്പടി നൽകുമെന്നും ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കാർഗുമായി ചേർത്ത് US നടത്തുന്നുണ്ട്. കാർഗിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഇനി ആക്രമിക്കുമെന്നാണ്. അതായത് ഇറാൻ ഇനിയും ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിച്ചാൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം മാറ്റുമെന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കും. ലോകത്തിൻ്റെ എണ്ണ ലഭ്യതയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപിൻ്റെ ഈ അവകാശവാദത്തെക്കുറിച്ച് അജയ് സുധാബിജു. ഇപ്പോൾ നിലവിൽ ഒരു ഓയിലുമായി ചേർന്ന് നിൽക്കുന്ന ഒരു യുദ്ധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഒരു പെട്രോ ഡോളർ കൺസെപ്റ്റിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയുടെ ലോക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഇറാൻ ഇതുവഴി ലക്ഷ്യമിട്ടിരുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഒരു ലോക പോലീസ് എന്നുള്ള ആ സ്ഥാനം അത് തകർക്കുക, അമേരിക്കയെ സാമ്പത്തികമായി വെല്ലുവിളിക്കുക, ഇതൊക്കെ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ ഇതിന് പകരം എന്നുള്ള രീതിയിലാണ് ഇറാനുള്ളിലെ തന്നെ നിരവധി ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയുടെ ആക്രമണം നടന്നത്. ഇതിന് നേരത്തെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ കാർഗ് ദ്വീപിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം അത് തീർച്ചയായിട്ടും ഇറാൻ അത് മുൻപത്തേനേക്കാളുമൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് അവർ ഇത് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് സാധൂകരിക്കുന്ന ചില കമൻസ് ആണ് അവരുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഇപ്പോൾ ആർമി വിഭാഗമായിട്ടുള്ള IRGCയുടെ ഭാഗത്തു നിന്നെല്ലാം പുറത്തു വന്നിരുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ IRGC പുറപ്പെടുവിച്ച ഒരു ഉത്തരവെന്ന് പറയുന്നത് മറ്റ് ഗൾഫ് നാടുകളിലുള്ള ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാർ അവർ ഉടൻ തന്നെ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊരു നിർദ്ദേശം IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ബാസ് അരക്ചി മറ്റൊരു നിർദ്ദേശം നൽകുന്നു. മേഖലയിലുള്ള US-ന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, US-മായി ചേർന്ന് നിൽക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അവ ഉടൻ തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അതിനു നേരെ ആക്രമണം ഉണ്ടാകും. ഇവിടങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ കൂടി ജാഗ്രത പാലിക്കണമെന്ന് അബ്ബാസ് അരക്ചി വ്യക്തമാക്കുന്നു. അതുപോലെ US-ന്റെ ബാങ്കുകളും പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഇപ്പോൾ തന്നെ നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായി രണ്ട് രാജ്യങ്ങളെയും പരസ്പരം ഇരു രാജ്യങ്ങളിലുമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുക, അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറബ് നാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ US-ന്റെ സൈനിക താവളങ്ങൾ മാത്രമല്ല പ്രധാനമായിട്ടുമുള്ളത്. അപ്പോൾ US-മായി ചേർന്ന് പ്രവർത്തിക്കുന്ന, US-മായി ചേർന്ന് വ്യാപാരം നടത്തുന്ന നിരവധി എണ്ണ സംഭരണശാലകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ നിരവധി ബിസിനസ് കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ നിരവധി അത്തരം സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം ആക്രമണം നടത്തും എന്നൊരു ഭീഷണി നടത്തുമ്പോൾ അത് അമേരിക്കയെ സാമ്പത്തികമായി കൂടുതൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുക, അത് തന്നെയാണ് ഇറാന്റെ നിലവിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്.